നമസ്കാരം. ജനമുഖം TV വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് മാസം 18 മുതൽ 24 വരെയുള്ള നക്ഷത്രഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ഒന്നാം പാദവും ചേർന്നിട്ടുള്ള മേടക്കൂർ. ആരോഗ്യം നിലനിർത്താൻ കഴിയും. ശത്രുക്കളുമായി പിണക്കത്തിന് നിവൃത്തി ഉണ്ടാകും. രോഗശമനം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. ഉന്നത സ്ഥാനങ്ങൾ കൈവരുവാനായിട്ടുള്ള യോഗവും കാണുന്നു. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നിട്ടുള്ള ഇടവക്കൂർ. ആരോഗ്യം തൃപ്തികരമല്ല. ഉത്കണ്ഠയുണ്ടാകും. ഗ്രഹം മോടി പിടിപ്പിക്കും. ബന്ധുക്കൾ സഹായിക്കും. പ്രയോജനപ്രദമായിട്ടുള്ള യാത്രകൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും തിരുവാതിരയും പുണർതത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള മിഥുനക്കൂർ. സ്ഥാനപ്രാപ്തി ഉണ്ടാകും. ഗൃഹം മേടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ധനം, സന്തോഷം എന്നിവ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഭയം ഉണ്ടാകുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പുണർതത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂർ. ദുർജനങ്ങളോട് സഹവാസം ഉണ്ടാകും. നീച സ്വഭാവം കാണിക്കും. നേത്രരോഗത്തിനും ശിരോരോഗത്തിനുമുള്ള സാധ്യതയുണ്ട്. ധനപ്രാപ്തി ഉണ്ടാകും. വസ്ത്രലാഭം ഉണ്ടാകും. പ്രസന്നതയും ധൈര്യവും പ്രദർശിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂർ. പുരോഗതിയിൽ വിഘ്നമുണ്ടാകും. അസുഖം ബാധിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ ചെലവുകളുണ്ടാകും. ഭരണാധികാരികളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ഉത്തരത്തിൻ്റെ അവസാനത്തെ പാദങ്ങളും അത്തവും ചിത്തിരയുടെ 2 പാദങ്ങളും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂർ. ചെലവ് വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകും. സഞ്ചാരം കൊണ്ട് ഗുണമില്ലായ്മ ഉണ്ടാകും. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അലട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശത്രുഭയം ഉണ്ടാകും. ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യതയും കാണുന്നു. ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദം ചേർന്നിട്ടുള്ള തുലാക്കൂർ. തൃപ്തികരമായിട്ടുള്ള ഭക്ഷണ സുഖമുണ്ടാകും. നയനസുഖമുണ്ടാകും. വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി വിരോധവും ക്ലേശവും ഉണ്ടാകാം. രോഗങ്ങളും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്വജനവിരഹവും രക്തദോഷം പോലുള്ള രോഗങ്ങൾ കൊണ്ടുള്ള മാനസിക വിഷമം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണും. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂർ. ആലസ്യം, ഉന്മേഷക്കുറവ് എന്നിവ ഉണ്ടാകാം. രോഗമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉയർച്ചയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. സ്ഥാനഭ്രംശത്തിനുള്ള സാധ്യതയുമുണ്ട്. കുടുംബത്തിൽ ബന്ധുസംഗമം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂർ. ആപത്തും ദീനതയും ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള കർമ്മപുഷ്ടിയും ഉണ്ടാകും. മനോമാന്ദ്യം അനുഭവപ്പെടും. ശത്രുക്കൾക്ക് നാശവും സ്ത്രീ സുഖവും ലഭിക്കും. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള സാധ്യതയും കാണും. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും ചേർന്നിട്ടുള്ള മകരക്കൂർ. ധനപ്രാപ്തി ഉണ്ടാകും. സുഖം വരുവാനായിട്ടുള്ള നിരവധി സാഹചര്യങ്ങളുണ്ടാകാം. ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. ശത്രുപീഡ ഉണ്ടാകും. അധികാരികളിൽ നിന്ന് ഭയമുണ്ടാകും. കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്കുള്ള യോഗമുണ്ട്. വ്യവസായവുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണും. അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭക്കൂർ. ധാരാളം യാത്ര ചെയ്യേണ്ടതായി വരും. സാമ്പത്തികമായി ക്ലേശമുണ്ടാകും. ആരോഗ്യം മോശമാകും. വാക്കുതർക്കം ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഉറക്കക്കുറവ് പോലുള്ള രോഗങ്ങൾ അലട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശാരീരിക ആഘാതം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂർ. ആരോഗ്യം തൃപ്തികരമാകും. ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയിക്കും. ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. ജീവിതം ആസ്വാദ്യകരമാകും. ഗ്രഹകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കാൻ കഴിയും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.